എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്, പറഞ്ഞോളിയാ എന്താണ് ഇന്നത്തെ അജണ്ട? എന്താ പറഞ്ഞു? ഏറ്റവും വലുത് കിട്ടുന്നവൻ വിജയിക്കും. ഓക്കെ, വേറൊരു പോയി തരാം തൽക്കാലം, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിന് സൗണ്ട് ഉണ്ടാവില്ല. ടൈല് എടുത്തോ എടുത്തോ എടുത്തോ, നീ തന്നെ കിങ്. തുടങ്ങാം. ടോസ് ഇടുന്ന കാര്യത്തിൽ വേറെ ലെവലാണ് അവൻ. ഇടുന്ന കാര്യത്തിലല്ല, വിളിക്കുന്ന കാര്യത്തിൽ ഇടുന്നത് ഞാനാണല്ലോ. ഓക്കെ, ഫസ്റ്റ് കിഴി. ഓക്കെ, നടികർ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ്. 2 മണിക്കൂറും 22 മിനിറ്റുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ഓക്കെ, സിനിമ റിലീസിനെത്തുന്നത് മെയ് 3 വെയിറ്റിംഗിലാണ്. കട്ട വെയിറ്റിംഗ്, ഒരുപാട് പ്രതീക്ഷ. 1 തീയതിക്കും 3 തീയതിക്കും വേണ്ടി ഭയങ്കരമായിട്ടുള്ള വെയിറ്റിംഗ്. എടാ 40 കോടി ബഡ്ജറ്റിലാണെന്നാണ് കേട്ടത് കേട്ടോ. അതൊന്നും വിഷയമൊന്നുമില്ല. ഇപ്പൊ ആവേശ സിനിമ അടിച്ചാണ്ടല്ലോ കേറി തൂക്കിയടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും ഒരു പോക്ക്. AR അജയന്റെ 2ാം മോഷണം. നീ ടോവിനോനെ കൊണ്ടുവരല്ലേ? ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, ശരി. AR ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ബേസിൽ ജോസഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററാണിത്. ഫണ്ണി ആയിട്ടുള്ള അല്ലേ? എന്നാൽ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ഈ ശകുനിയുടെ ക്യാരക്ടറൊക്കെ ചെയ്യൂലേ, അവിടെ അങ്ങനൊരു ക്യാരക്ടറാണോ സംശയമുണ്ട്. അടുത്തത് മാർക്കോ സിനിമയുടെ പൂജ മെയ് 3 തീയതി 8:30 മൂന്നാറില്. ഓക്കെ, ഹനീഫ് അദേനി, ഉണ്ണി മുകുന്ദൻ മൂവി. നമ്മുടെ മിഖായൽ സിനിമയിലെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ മാർക്കോ, അതിനങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നായകവൽക്കരിക്കുകയാണ് അല്ലേ? അതന്നെ. ഓക്കെ, അടുത്ത കിഴി ഹനുമാൻ 2. പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ്. ഹനുമാൻ 2 ഉടനടി തുടങ്ങുന്നതൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും സിനിമയിൽ നായകനായി വരുന്നത് നമ്മുടെ രൺവീർ സിംഗ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഹനുമാനായിട്ട് നമ്മുടെ രൺവീർ സിംഗ് പ്രതീക്ഷിക്കാം. ഹനുമാൻ ഫസ്റ്റ് ഭാഗം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. സൂപ്പർ സാധനം, സൂപ്പർ കോൺസെപ്റ്റ്, സൂപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ലെവല് സിനിമ. അടുത്ത മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ്. ഡ്യൂറേഷൻ 2 മണിക്കൂറും 38 മിനിറ്റുമാണ്. ഇന്ന് സിനിമയുടെ ടീസർ വരുന്നുണ്ട്. ടൈം പറഞ്ഞിട്ടില്ല, എന്ന് ടീസർ എത്തും. എന്തായാലും ഡിജോ ജോസ് ആന്റണിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ടൈം എപ്പോഴാന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആണല്ലേ? 5 മണി ആ ടൈം തന്നെ ആയിരിക്കും. കാരണം സോങ്ങുകളൊക്കെ വന്നിട്ടുള്ള ഏകദേശം ആ ടൈമിലാണ്. ആ ടൈം തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അതാണ് നല്ല സമയം. ഓക്കെ, അടുത്ത കിഴി ഐഡന്റിറ്റി. ടോവിനോനെ നീ കൂടെ കൊണ്ടുപോകല്ലേ? ഒരു വട്ടം നീ കൊണ്ടുപോയില്ലേ? അതും നീ കിട്ടണമായിരുന്നു എനിക്ക്. ഓക്കെ, ഐഡന്റിറ്റി എല്ലാം നടക്കാൻ കിട്ടിയ പോലെ. അഖിൽ പോൾ, പിന്നെ ആരാ? അഖിൽ പോളും അനസ് ഖാനും, ഇവർ രണ്ടുപേരും സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഐഡന്റിറ്റി സിനിമയുടെ ലൊക്കേഷൻ സ്റ്റീൽസ് വന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ തൃഷ, വിനയ് റായ്, ടോവിനോ, ഇവർ 3 പേരും ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈറോഡാണ് ഷൂട്ട് നടക്കുന്നത്. തൃഷ വളരെ ക്യൂട്ടായിട്ടുണ്ട്. അറിയാലോ, അത് അങ്ങനെ വരുള്ളൂ. പച്ച ഡ്രസ്സിൽ വളരെ മനോഹരിയായിട്ടുണ്ട്. അടുത്തത് ചിരി വളരെ മനോഹരം. മഞ്ഞുമൽ ബോയ്സ് സിനിമ മെയ് 5 OTT റിലീസ് എത്തുകയാണ്. ഹോട്ട്സ്റ്റാറിലാണ്, Disney+ ഹോട്ട്സ്റ്റാറിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 തീയതി ഇത് ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് കേട്ടോ. ഒഫീഷ്യലായിട്ട് 3 തീയതിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. ഓക്കെ, അടുത്ത കിഴി കേരള ക്രൈം ഫയൽസ് വെബ് സീരീസ് ആട്ടോ. സിനിമ മാത്രമല്ലോ, നമുക്ക് വലിയ വെബ് സീരീസും വേണം. വമ്പൻ ഹിറ്റായ കേരള ഫയൽസിൻ്റെ ക്രൈം ഫയൽസിൻ്റെ 2ാം ഭാഗമാണ്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാക്കപ്പ്. അഹമ്മദ് കബീറാണ് കേട്ടോ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. അജു വർഗീസ് തകർത്ത സാധനം കേട്ടോ. അടിപൊളി. അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ. അടുത്തത് ഹാൽ. യെസ്, നമ്മുടെ ഷെയ്ൻ നിഗം നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ മ്യൂസിക് ആദിഫ് അസ്ലാം. ഓക്കെ, ആണോ? കൊള്ളാലോ, നല്ല പാട്ടാണല്ലോ. നന്നായിട്ട് പാട്ടുണ്ട്. ഒന്നുകൂടി പഠിക്കും. ആദ്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. നിനക്കെന്തെങ്കിലും ഉദ്ദേശമല്ല, ഒന്നും വേണ്ട, പറയണ കേട്ടോ. ഞാൻ പറയാനുള്ളത് കേട്ടാ മതി.
പാട്ട് തുടങ്ങി നല്ല നൈസ് വോയിസ് ഒക്കെയാണ് തുടങ്ങി. ഓക്കെ, ഇതിൽ നിന്നൊരു പോക്കുണ്ട്. അതായത് ആ ലൈൻ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാല് പിന്നെ പോകുന്നത് പടച്ചമ്പ്രാനും ഇവനും പോലും അറിയണ്ടാവില്ല. അതാ പറഞ്ഞ ഇത് ഏത് സിനിമയിലെ പാട്ടാന്ന് പോലും 10-15 പാട്ടിലൂടെ കടന്നുപോയി എന്റെ സ്വന്തമായ ഒരു പാട്ടിലേക്ക് എത്തും. വരികളൊക്കെ വേറെ ലെവലായിരിക്കും. മലയാള സോങ് കേൾക്കണം അല്ലേ? പറയാൻ വയ്യ, അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത സാധനം. ഓ മോനെ എന്താടാ ബസൂഖ. ഇന്നലെ മമ്മൂക്ക ഫോട്ടോ ഇട്ടിട്ടുണ്ട്. തീ തുപ്പി, അതായത് സോഷ്യൽ മീഡിയ ഒന്ന് കത്തി. മമ്മൂക്ക ഇട്ടിട്ടേ മമ്മൂക്ക തന്നെ മാറി നിൽക്കുകയാണ്. എന്നിട്ടേ ഉള്ള എല്ലാ സെലിബ്രിറ്റീസും അല്ല ഇവരൊക്കെ എന്താ എൻ്റെ ഫോട്ടോ ഇടുന്നതെന്ന്. കാരണം ആരൊക്കെയാണ് അതും അപ്ലോഡ് ചെയ്യുക. ആവേശത്തിലെ സോങ്ങും ജാട കറക്റ്റ് സാധനം. അതെ, ഒരു കമൻ്റ് ഉണ്ടേ, അതായത് മനോഹരമായൊരു കമൻ്റാണ്. ഇതിന് താഴെ വന്ന ഇൻസ്റ്റയിൽ വന്നൊരു കമൻ്റാണ്. അല്പം ജാടയാവാം, കാരണം ജനിച്ചത് മമ്മൂട്ടിയായിട്ടാണല്ലോ, അത്ര ഇല്ലേന്നും. ആരായിരിക്കും ആ കമൻ്റ് ഇട്ടുണ്ടാകും? കള്ളപ്പന്നി അല്ലാണ്ട് ആരാണ് ആ കമൻ്റ് അല്ല, ഞാൻ വളരെ മനോഹരമായ കമൻ്റ് എന്ന് പറഞ്ഞത്. അതായത് ഈ പടപ്പിനെ പഠിച്ചവര് 10-ൽ 10. അതൊരു സത്യം. നമുക്കറിയാം ആവേശ സോങ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഫോട്ടോയും കൂടെയാണ്. ജയസൂര്യ എടുത്ത് അജു വർഗീസ് ഒക്കെ എടുത്ത് അജു വർഗീസ് ഒക്കെ ഇട്ടേക്കണ തന്നെ ജാടേ. എന്തായാലും പലരും ഇത് ഒരുപാട് പഴയ ഫോട്ടോസ് ആണെന്ന് കരുതിയിരിക്കുന്നത്. എന്നാലല്ല, ഇത് ബസൂക്കയുടെ മമ്മൂക്കയുടെ ഒരു ലുക്കാണ്. ബസൂക്ക ഒരു ക്യാരക്ടർ പ്രീസ്റ്റിൻ്റെ ആണെന്നൊക്കെ ചിലർ കരുതിയിട്ടുണ്ട്. പ്രീസ്റ്റ് അല്ല, റാംബ്ലർ എന്നുള്ളതാണ് ആള് ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താ പേരും എല്ലാം ആയിരിക്കും. അത് ഇനി വേറെ എന്തെങ്കിലും ആണോ എനിക്കറിഞ്ഞൂടാ. അത്രല്ലേ അങ്ങനത്തെ പോലെ നമുക്ക് ഒന്ന് അറിയിക്കട്ടോ. അടുത്തേലും ഇടൂടാ, നീ പേടിക്കണ്ട. അടുത്തത് DQ നഹാസ് ഹിദായത്ത്. വാപ്പാനെ ഞാൻ കയറി പിടിച്ചപ്പോ സിനിമ അതെ വാപ്പാന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ്, അല്ല ഒരു മകന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ്. വേദന ഉണ്ടാവും. നാട് വിട്ടോ? ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കുള്ളൂ, ഉളുപ്പുണ്ടോ വാപ്പ നോക്കുന്ന ചോദിക്കുള്ളൂ. ഒന്നല്ല ഇത്ര പ്രായത്തിൽ ചെറുപ്പക്കാരൻ ഞാനിവിടെ നിൽക്കുമ്പോ ഇയാള് കിടന്നിട്ട്. അല്ലെങ്കിൽ ദുൽഖർ നല്ല കിടിലൻ ലുക്കാണ്, സ്റ്റൈലിഷ് മന്നനാണ്. അതെ, അത്ര ഇന്നത്തെ കാലഘട്ടത്തിന്റെ എന്താ പറയാ, അത്രത്തോളം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആള് ജീവിതത്തിലും സിനിമയിലും ഒക്കെ. പക്ഷെ ആളെ മറികടന്ന് ഒരു 72-കാരൻ പണി കൊടുക്കണം. വയസ്സ് തന്നെ നാണിച്ച് തല താഴ്ത്തി പോയി എന്നൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു മാന്യത ഉണ്ട്. ബർത്ത്ഡേന്റെ അന്ന് പോട്ടിട്ട് നാറ്റിച്ചുവിട്ട ആളാണ്. എന്താണെങ്കിലും DQ നഹാസ് ഹിദായത്ത് മൂവിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ലാസ്റ്റോട് കൂടി ഷൂട്ട് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നഹാസ് ഹിദായത്ത് പൃഥ്വിരാജ് മൂവി ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ സംഭവം അതും ഉണ്ട് കേട്ടോ. മേ ബി അത് ആദ്യം വന്നേക്കാം, പറയാൻ പറ്റില്ല. ശരി, അത് ഓൾറെഡി അവർ കൺഫേം ചെയ്തിട്ടുള്ള സാധനം. ഓക്കെ, അടുത്ത കിഴി ടർബോ. വളരെ നന്നായിരിക്കുന്നു. മകനെ നീ ഒരു വട്ടം പിടിച്ചില്ലേ? നമുക്കെല്ലാം ഓരോ പ്രാവശ്യം വരുള്ളൂ. ടർബോ സിനിമയുടെ സ്പെഷ്യൽ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ മെയ് 1 വരും. ഓക്കെ, ഇന്ന് അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ വരും. ടർബോ സിനിമയുടെ റിലീസ് ഡേറ്റ് ജൂൺ 13 ഇവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനൊരു മാറ്റം വരും. മെയ്യിൽ മിക്കവാറും തട്ടുമായിരിക്കും, അല്ലെങ്കിൽ മെയ് അല്ലെങ്കിൽ ജൂൺ 1 തുടക്കത്തിലേക്ക് ഏതെങ്കിലും ഈ ഒരു ഗ്യാപ്പിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ 1 എന്തായാലും ഇങ്ങോട്ട് മാറ്റാനാണ് സാധ്യത. സിനിമ അപ്പോൾ ജൂൺ 13 മുൻപേ വരും, ഉറപ്പിച്ചു വരട്ടെ. അപ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാവില്ല അല്ലേ? സത്യം. പിന്നെ മാത്രം നല്ല സമയമല്ലേ മഴ. അടുത്തത് ബിസി അഭിരാമി. ഓ മോനെ, അഭിരാമി സുരേഷിന്റെ സിനിമ, പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലേ? അതെ. എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ റിലീസ് ഡേറ്റ് വരുന്നത് മെയ് 24 കേട്ടോ. മെയ് 24 ഇപ്പൊ എത്രണ്ണമായി? ഇഷ്ടംപോലുണ്ട്. മെയില് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ ടർബോ കൂടി മെയിലേക്ക് മാറ്റിയാലേ അടിപൊളിയായിരിക്കും. തികഞ്ഞ് അത് ശരിയാണല്ലോ അല്ലേ? അടുത്തത് വാർ 2
വാർ 2 നാളെ വാർ 2 ഇനി നാളെ. ഇന്നത്തെ യുദ്ധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ യുദ്ധം പരാജയപ്പെട്ടു അല്ലേ? ഈ യുദ്ധം അവസാനിച്ചു. വാർ 2 സിനിമയുടെ ലൊക്കേഷൻ സ്റ്റീലിൽ വന്നിട്ടുണ്ട് ഹൃതിക് റോഷൻ. മമ്മൂക്കിന്റെ കാര്യം പറഞ്ഞാല് വേറൊരു മനുഷ്യൻ 19 വയസ്സായി 18 വയസ്സുള്ള ചെക്കന്മാരെ അടക്കണ പോലെ അടക്കുക. ഇതിപ്പോ സാധാരണ ട്രാക്ക് സൂട്ടും ടീഷർട്ടും എന്ന് പറയുമ്പോൾ വർക്കൗട്ട് ഡ്രസ്സ് അതിട്ട് നടന്നു പോകുന്ന എന്തൊരു കൊടൂരം. ബംഗാരം തമന്ന തമന്ന അല്ലല്ലോ സമന്ത മൊത്തത്തിൽ പോയിട്ട് കിളി പറഞ്ഞു. എന്റെ പെണ്ണിന് ഒരു നോട്ടുണ്ടോന്നൊരു സംശയം എനിക്കുണ്ട്. സമന്തയ്ക്ക് എന്താ കുഴപ്പം? സമന്തക്ക് പ്രശ്നം ഉണ്ടല്ലോ. നീ എന്തിനു തമന്നാന്ന് കയറി പറയണം? അത് മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ എന്തിന്? മനസ്സിൽ തമന്നയാണ്, അതുകൊണ്ടാണ് വന്നത്. അല്ല ഞാൻ തമന്നാന്ന് പറഞ്ഞ നിനക്കെന്നെ ഇത്ര വലിയ ചൊറച്ചില്. എന്നാ ഞാൻ സമന്തന എടുക്കും. ആണെങ്കിൽ എനിക്ക് വേണ്ട എന്താണെങ്കിലും ബംഗാര സിനിമയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള കിടിലൻ ഒരു ക്യാരക്ടറാണ് തോന്നുന്നു. അടിപൊളി ക്യാരക്ടറാണ് തോന്നുന്നു. കാരണം ആളിതിലൊരു വീട്ടമ്മ ഭാര്യയാണ്. പിന്നെ ബാക്കിലൊരു കുക്കർ പൊട്ടിത്തെറിക്കുന്നു. അതായത് ഈ അടുക്കളയിലൊക്കെ സാധാരണ അടുക്കള ഭരണം നടത്തുന്ന ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ എന്നാൽ ആളുടെ കയ്യിൽ ഇരട്ടക്കൊയലാണ്. എനിക്ക് കണ്ടിട്ട് പക്ക ടീന ഏജന്റ് ഇല്ലേ വിക്രം സിനിമയില്, ആ ക്യാരക്ടറിന്റെ ഒരു വേറെ രീതിയിലുള്ള ഒരു ഐറ്റം ആണോ എന്നൊരു സംശയമുണ്ട്. ഇതെന്തായാലും നല്ല തീപ്പൊരി തൊട്ടാ പൊള്ളണ ഒരു സാധനമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. നന്നായിട്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടലിനായിട്ട് ചെയ്യും. എന്താണെങ്കിലും ഈ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. മോന് സാറിനെ കുറിച്ച് 2 വാചകം നല്ലത് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ? പറ്റുള്ളൂ. ജയിച്ചോ? എനിക്ക് നല്ലത് പറയാൻ എന്തെങ്കിലും വേണ്ടേ? എടാ നിന്റെ സുഹൃത്ത് വളരെ മികച്ച ആളാണെന്ന് നിനക്ക് പറയാലോ. ഞാൻ എന്തിനു മറ്റുള്ളവരെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കണം? പൊട്ടൻ, ലോക പൊട്ടൻ. അത് തന്നെ നീ പറയേണ്ടത്. അതായത് എനിക്ക് പോസിറ്റീവ് ഇല്ലല്ലോ, എനിക്ക് പറയാം എന്ത് നിന്റെ ഫ്രണ്ട് വളരെ നല്ലവനാണെന്ന് പറയാലോന്ന്. അത് ശരിയാ. നിന്നെ കുറിച്ച് നിനക്ക് പറയായിരുന്നു. എനിക്ക് മനസ്സിലായി നിന്നെ കുറിച്ച് നിനക്ക് പറയായിരുന്നു തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി സംഭവം. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാനും അതേ ഒരേ അച്ചുതണ്ടിൽ കറങ്ങുന്ന സാധനമാണ്. പിന്നെ എന്തെന്നാണ് അതിനകത്ത് നല്ലത് പറയാനുള്ളത്? എന്താണ്? ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കും. ഓരോരുത്തർ കിടന്ന് ഉരുളാണ്. പിന്നെന്താ? എന്നാ പോവാ. ബൈ.